UDF-നെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതാ പണിമുടക്ക് ദിനത്തിലെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കരാർ ഏറ്റെടുത്ത MLA ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനമാണ് മുടക്കമില്ലാതെ നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചു. CPM-ഉം CIT-യും ഉൾപ്പെടെ ദേശീയ പണിമുടക്കിനെ അനുകൂലിക്കുമ്പോഴാണ് CPM നിയന്ത്രണത്തിലുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഇരട്ടത്താപ്പ്. ഗോപാൽ ശീലാസനലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഗോപാൽ, ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നത് CPM നിയന്ത്രണത്തിലുള്ളതാണ്. UDF യാത്രക്കെതിരെ വിമർശനം നടത്തുമ്പോഴാണ് ഇതാ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നത്, അതും MLA ഹോസ്റ്റലിൽ. അതെ വലുത, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി ശൃംഖല എന്ന് അവകാശപ്പെടുന്ന CPM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെമ്പാടും LDF-ന്റെ നേതൃത്വത്തിൽ തൊഴിൽ കോഡുകൾക്കെതിരെയും തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രതിഷേധ പണിമുടക്ക് നടക്കുമ്പോൾ അന്നേ ദിവസം തന്നെ തലസ്ഥാന മധ്യത്ത് LDF ഭരിക്കുന്ന തലസ്ഥാനത്ത് ഇത്തരത്തിൽ MLA ഹോസ്റ്റലിന്റെ പണി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഏകദേശം 13 നില കെട്ടിടങ്ങൾ, അത്തരത്തിലുള്ള 2 കെട്ടിടങ്ങളാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നത്. CIT-യുടെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും അടക്കമുള്ള പ്രതിഷേധ ജാഥകൾ പാളയത്ത് കൂടി ഈ പണി നടക്കുന്ന MLA ഹോസ്റ്റലിന് മുന്നിൽ കൂടി കടന്നു പോകുമ്പോഴും അവിടെ ഇത്തരത്തിൽ മറുവശത്ത് സമാന്തരമായി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ MLA ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇത് വലിയ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇരട്ടത്താപ്പാണ് LDF-ഉം CPM-ഉം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് UDF പ്രധാനമായും ആരോപിക്കുന്നു. കാരണം ഒരു വശത്ത് പണിമുടക്കിനെ വല്ലാത്ത രീതിയിൽ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ പണി നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരേ നിലപാട് 2 തരത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ശരി, ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു.